ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ക്യാപ്റ്റൻ ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ട്. അടുത്ത വീക്കിൽ എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. ജാസ്മിനും നോറയും തമ്മിൽ വൻ അടി. നോറയുടെ കള്ളത്തരങ്ങൾ കയ്യോടെ ഒക്കി ജാസ്മിൻ. എന്തൊക്കെയാണെന്നല്ലേ നോക്കാം നമുക്ക്. അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ 3 ടാസ്കും കഴിഞ്ഞിരിക്കുകയാണ് ക്യാപ്റ്റൻസിൽ തിരഞ്ഞെടുക്കാനുള്ളത്. ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത് തിന്നു മരിക്കാനുള്ള ടാസ്ക് ആയിരുന്നു. അതെ, തീറ്റ മത്സരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 4 ടീമും 4 ടേബിളിന് പിന്നിലായിട്ട് നിൽക്കണം. 3 ബോട്ടിലുകൾ ആ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ആ ബോട്ടിൽ ഇങ്ങനെ ടീം അംഗങ്ങൾ ഓരോരുത്തരായി വരിവരിയായി വന്ന് ബോട്ടിൽ എത്തിയിടണം. ഫ്ലിപ്പ് ചെയ്ത് ബോട്ടിൽ നേരെ നിർത്തണം. അങ്ങനെ നിർത്തുന്നവർക്ക് ഓടിപ്പോയി മുന്നിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് എടുത്ത് കഴിക്കാം. ഇതായിരുന്നു ടാസ്ക്. ഫ്ലിപ്പ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പോയ ആൾ കഴിച്ച് തീർന്ന് വരുന്നത് വരെ ബാക്കിയുള്ളവർ ഫ്ലിപ്പ് ചെയ്യാൻ പാടില്ല. മതി, അതായിരുന്നു ഗെയിം. ഏതായാലും ഇന്നത്തെ ടാസ്ക് ജയിച്ചിരിക്കുന്ന പവർ ടീമാണ്. അർജുനായിരുന്നു ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 ടാസ്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയിന്റ് നോക്കുകയാണെങ്കിൽ അങ്ങനെ ജയിച്ചിരിക്കുന്നത് ടണൽ ടീമാണ്. അതെ, പവർ ടീമിന് ടോട്ടൽ 4 പോയിന്റും നെക്സ്റ്റ് ടീമിന് 5 പോയിന്റ്, ഡെൻ ടീമിന് 4 പോയിന്റ്, 7 പോയിന്റുമായിട്ട് അങ്ങനെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ടണൽ ടീം വിജയിച്ചിരിക്കുകയാണ്. അതെ, അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനെയും പവർ ടീമിനെയും ഒക്കെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ടണൽ ടീമിനാണ്. എന്തൊക്കെ പറഞ്ഞാലും ജാസ്മിനെയും ഗബ്രിയെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടാസ്കിൽ, ഈ ഒരു ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നതും കഠിനാധ്വാനം ചെയ്തതും ജാസ്മിനും ഗബ്രിയാണ്. അവരുടെ ആ ഒരു സ്നേഹം അല്ലെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതുകൊണ്ട് തന്നെയായിരുന്നു ഈ ഒരു 3 ടാസ്ക് അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയതും മുന്നിലെത്താൻ കഴിഞ്ഞതും. ബാക്കി ടീമിലുള്ള ശ്രീരേഖയാണെങ്കിലും യമുനയാണെങ്കിലും അത്രയൊന്നും ടാസ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ല. ജാസ്മിനും ഗബ്രിയും മാത്രമാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഈ ഒരു വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ജാസ്മിനോ ഗബ്രിയോ ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും മിക്കവാറും ക്യാപ്റ്റനായി വരിക. ക്യാപ്റ്റനായി വന്ന് അവരാരെയായിരിക്കും പവർ ടീമിലൊക്കെ എടുക്കുക എന്നുള്ളത് നമ്മൾ വഴിയേ കണ്ടു നോക്കേണ്ട കാര്യം തന്നെയാണ്. അതൊന്നുമല്ല, വമ്പൻ ഒരു പ്രൊമോ വന്നിരുന്നു. ജാസ്മിനും നോറയും തമ്മിൽ മുട്ടനടി. കാരണം എന്താണെന്ന് വെച്ചാൽ നോറയുടെ കള്ളക്കളികൾ ജാസ്മിൻ കയ്യോടെ പൊക്കി. ഇതാണ് കാരണം. സിജോ ഇൻറ്റു റോക്കി ഇതിലും ഇന്നലെ നടന്ന ഋഷി ശരണ്യ വിഷയത്തിലൊക്കെ നോറയുടെ ചെറിയൊരു ഇടപെടൽ ഉണ്ടായിരുന്നു. അങ്ങനെ നോറയും ജാസ്മിനും തമ്മിൽ മുട്ടനായിട്ട് നടത്തുമ്പോൾ റസ്മിൻ ഇടയ്ക്ക് കയറുന്നുണ്ട്. ജാസ്മിനും വേണ്ടപ്പെട്ടതാണ്, നോറയും വേണ്ടപ്പെട്ടതാണ്. ജാസ്മിനും വേണ്ടപ്പെട്ടതാണ്, നോറയും വേണ്ടപ്പെട്ടതാണ്. ഇവിടെ ആരുടെ കൂടെ നിൽക്കും റസ്മിൻ നമുക്കറിയില്ല. റസ്മിൻ എന്ന് പറയുന്ന ഒരാൾ നോറയെ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നോറയുടെ കൂടെ നിൽക്കാനാണ് ചാൻസ് കൂടുതൽ. ഏതായാലും ഇനി റസ്മിനും നോറയും ജാസ്മിനും ഒക്കെ തമ്മിലുള്ള ഈ ഒരു അടി എങ്ങനെ എന്തിലേക്കൊക്കെ ചെല്ലും, ഗെയിമിൽ എന്തെങ്കിലുമൊക്കെ വഴിത്തിരിവുകൾ ഉണ്ടാവുമോ, അവർ ക്യാപ്റ്റനാവും, എങ്ങനെ ഇരിക്കും എന്നൊക്കെ നമുക്ക് വഴിയേ കാണാം. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരെ ബൈ.